24 മണിക്കൂർ പോലും ആയുസില്ലാത്തൊരു വെടിനിർത്തൽ. അതാണ് ഇപ്പോൾ നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധം വീണ്ടും തുടങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം തന്നെ യുദ്ധം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരു കുറവും ഇന്ന് വന്നിട്ടില്ല. ഇറാനിലോട്ടുള്ള ആക്രമണത്തിൻ്റെ തോത് കുറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലോട്ട് ഇറാൻ മുന്നോട്ട് വെച്ച കരാറുകളിൽ പറഞ്ഞ ഒരു സ്ഥലങ്ങളിലോട്ടും ഒരു കുറവും ഇസ്രായേൽ വരുത്തിയിട്ടില്ല. അമേരിക്ക എങ്ങാനും യുദ്ധത്തിൽ നിന്ന് പിന്മാറോ എന്നുള്ള പേടിയുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു മുസ്ലിം രാജ്യമായിട്ടുള്ള ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ എല്ലാ പഴിയും അവർ നോക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം ഈ ഒരു യുദ്ധ നിർത്തുന്ന കരാറിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം അബ്ബാസ് അറാച്ചിയുടെ ഈ ഒരു പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിൽ പ്രസ്താവന വളരെ ക്ലിയറാണ്. സംഘർഷത്തിൻ്റെ നിർണായകമായ ഒരു ഘട്ടത്തിലായിരുന്നു നമ്മൾ ഇതുവരെ. അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഇസ്രായേൽ മുഖേന യുദ്ധം തുടരുകയും അതേസമയം തന്നെ വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ നിലപാടിനെ ഇറാൻ കംപ്ലീറ്റ്ലി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഇവ രണ്ടും ഒരേ സമയം മുന്നോട്ട് പോകുവാൻ കഴിയില്ലെന്നും അബ്ബാസ് അറാക്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. ലബനിലെ സാഹചര്യം, ലബനിൽ നടക്കുന്ന കൂട്ടക്കൊലകൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇതിന് അറുതി വരുത്താൻ അമേരിക്ക ഇടപെടണമെന്നുമാണ് ഇറാൻ്റെ അബ്ബാസ് അറാച്ചി ഇപ്പം പറഞ്ഞിട്ടുള്ളത്. വെടിനിർത്തൽ വേണോ അതോ യുദ്ധം തുടങ്ങണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അമേരിക്കയാണ്. ആ ഒരു ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട് എന്നാണ് അബ്ബാസ് അറാച്ചി പറഞ്ഞിട്ടുള്ളത്. അതായത് അമേരിക്കയാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പറഞ്ഞു, നിങ്ങളത് അംഗീകരിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അത് അംഗീകരിക്കാണ്ട് ഇപ്പോഴും അമേരിക്കനെ മുൻനിർത്തി യുദ്ധം ചെയ്ത് വീണ്ടും അമേരിക്കനെ ഇതിലോട്ട് വലിച്ചിടാൻ ശ്രമിക്കുന്നത് നെതന്യാഹു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെകുത്താനാണ്. ഈ ചെകുത്താൻ്റെ സന്തതി അല്ലെങ്കിൽ ചെകുത്താന്മാർ ചെയ്യുന്ന ഒരു യുദ്ധത്തിന് കൊട പിടിക്കാൻ അമേരിക്ക വീണ്ടും മുതിരുകയാണെങ്കിൽ ഇനി ബോൾ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് യുദ്ധം നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തിക്കോ. ഞങ്ങളുടെ കാഞ്ചി അല്ലെങ്കിൽ ഞങ്ങളുടെ കൈ ഇപ്പോഴും കാഞ്ചിയിൽ തന്നെ ഉണ്ട്. എപ്പം വേണമെങ്കിലും ഞങ്ങൾ കാഞ്ചി വലിക്കും, യുദ്ധം ഞങ്ങൾ തുടങ്ങും. ഇതാണ് അബ്ബാസ് അറാച്ചി ഏറ്റവും ഈ കഴിഞ്ഞ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഈ കാണുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള സീസ് ഫയറും ഇവിടെ നടന്നിട്ടില്ല. കരാർ പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഇന്ന് രാവിലെ തന്നെ നമ്മൾ കണ്ടു ഇറാൻ്റെ ചില റിഫൈനറിയിലോട്ട് വീണ്ടും ആക്രമണം ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഇറാൻ്റെ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ സിരി ദ്വീപിൽ വലിയ സ്ഫോടനങ്ങൾ നടന്നതായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വെടിനിർത്തലിൻ്റെ പിന്നാലെ തന്നെ ഇന്ന് പുലർച്ചെ ഉണ്ടായിട്ടുള്ള ചില ആക്രമണങ്ങളുണ്ട്. അതായത് വെടിനിർത്തി എന്നുള്ള പ്രഖ്യാപനം വന്ന് ഒരു വശത്ത് ആളുകൾ എന്താ പറയുക യുദ്ധ വിജയത്തിൽ ആഹ്ലാദിക്കുന്ന ഇറാനികൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ യുദ്ധത്തിലെ തോൽവിയിൽ മനം മടുത്തിരിക്കുന്ന ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കനെയും നമ്മൾ രാവിലെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ലാവൻ ദ്വീപിലോട്ട്, അതായത് ഇറാൻ്റെ ലാവൻ ദ്വീപിലോട്ട് പുലർച്ചെ തന്നെ അവിടുത്തെ എണ്ണ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായി എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇത് അമേരിക്കയാണോ അല്ലെങ്കിൽ ഇസ്രായേലാണോ ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു സംശയം ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇറാൻ്റെ തിരിച്ചടികൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ഇറാൻ ഏകദേശം 17 ബാലിസ്റ്റിക് മിസൈലുകളും 35 ഡ്രോണുകളും വെച്ചിട്ടാണ് ഇന്ന് തിരിച്ച് ആക്രമണം നടത്തിയത് എന്നാണ് പറയുന്നത്. US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചിട്ട് അതുപോലെ തന്നെ UAEയിലെയും കുവൈറ്റിലെയും പ്രധാനമായിട്ടുള്ള ഇത്തരം കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു ഇറാൻ്റെ ഇന്നത്തെ ആക്രമണം. UAE വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിക്കതും തടഞ്ഞെങ്കിലും പലതും അവിടെ വീണതും അതുപോലെ തന്നെ അവിടുത്തെ ചില ഡിഫൻസ് സിസ്റ്റങ്ങൾ തകർത്തതായിട്ടും 3 പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. കുവൈറ്റിൽ പ്രധാനപ്പെട്ട വൈദ്യുത അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ട് 31ഓളം ഡ്രോണുകൾ ഇറാൻ ഇന്ന് തൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇതിനെല്ലാം കാരണമായിട്ട് പറയുന്നത് പുലർച്ചെ സീസ് ഫയർ പറഞ്ഞതിന് ശേഷം പോലും ലാവൻ ദ്വീപിലോട്ട് നടന്നിട്ടുള്ള കേന്ദ്രങ്ങളിലോട്ട് നടന്നിട്ടുള്ള ഇസ്രായേൽ അമേരിക്കയുടെ അറ്റാക്ക് തന്നെയാണ്. അതുമാത്രമല്ല ഹോർമോസ് കടലെടുക്കലിലൂടെ ചില ബോട്ടുകൾ അല്ലെങ്കിൽ ചില ഷിപ്മെൻറ്റ് ഇന്ന് കടന്നുപോയി എന്നല്ലാണ്ട് കൂടുതൽ ഷിപ്മെൻ്റ് ഒന്നും കടന്നു പോയിട്ടില്ല. ഇപ്പോൾ യുദ്ധം ഈ ഒരു അവസ്ഥയിൽ സീസ് ഫയർ എത്തുകയാണെങ്കിൽ ഇനി അത് കംപ്ലീറ്റ്ലി ഇറാൻ അടച്ചിരിക്കും എന്നാണ് ഇറാൻ്റെ സൈഡിൽ നിന്ന് IRGCയുടെ സൈഡിൽ നിന്നുള്ള പ്രസ്താവന വന്നിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ ട്രംപ് പറയുന്ന നിലപാട്, ട്രംപിൻ്റെ സംസാരം ഇങ്ങനെയൊക്കെയാണ്. ഇറാൻ നശിപ്പിക്കപ്പെടും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ട്രംപ് തന്നെയാണ് നിലപാടിലെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നത്. സുവർണകാലത്തെ, അതായത് മിഡിൽ ഈസ്റ്റിൻ്റെ സുവർണകാലത്തെക്കുറിച്ചും 14 ദിവസത്തെ ബോംബാക്രമണം നിർത്തുന്നതിനെക്കുറിച്ചും വാചാലനായിക്കൊണ്ട് പോസ്റ്റുകൾ നമ്മൾ കണ്ടു ട്രംപിൻ്റെ. ലാവൻ ദ്വീപിൽ നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇസ്രായേലും US അതേസമയം അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ച് വന്നിട്ടുള്ള ഒരു മിസൈൽ ആയിരിക്കാം ചിലപ്പോൾ ലാവനിൽ പതിച്ചത്. അതായത് അമേരിക്കയല്ല ഇസ്രായേലും അല്ല എന്നാണ് ഇവർ പറയുന്നത്.
അറിയാം, ചതിയന്മാരാണ്, ലോക ചതിയന്മാരാണ്, ലോക ചെകുത്താന്മാരാണ്. പിള്ളേരെ കൂട്ടിക്കൊടുത്ത് ജീവിച്ച് അല്ലെങ്കിൽ അവരുടെ രക്തം കുടിച്ച് ജീവിച്ച് അതിൽ അർമാദിച്ച് ജീവിക്കുന്ന രണ്ട് കൂട്ടരാണ് ഇറാനുമായിട്ടുള്ള യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ വാക്കിന് എത്രത്തോളം വില കൊടുക്കണം എന്ന് നല്ല വ്യക്തമായിട്ട് ഇറാൻ അറിയുന്നത് കൊണ്ട് തന്നെയായിരുന്നു സീസ് ഫയർ പറഞ്ഞെങ്കിലും അപ്പോഴും എല്ലാം സന്നാഹങ്ങളും റെഡിയാക്കി വെച്ച്, മിസൈലുകളും റെഡിയാക്കി വെച്ചിട്ട് തന്നെയാണ് ഇറാൻ ഈ ദിവസം മൊത്തത്തിൽ ഇരുന്നതും അതുപോലുള്ള ആക്രമണങ്ങൾ ഇന്ന് ഇറാൻ നടത്തിയിട്ടുള്ളതും. ഇനി ലാവൻ ദ്വീപിൻ്റെ ആക്രമണം മാത്രമല്ല, അതിനുശേഷം ഇന്ന് ഇസ്രായേൽ ലെബനോനിൽ നടത്തിയിട്ടുള്ള കൂട്ടക്കൊലകളുടെ ഒരുപാട് ഇമേജസും ഒരുപാട് വീഡിയോസും വന്നിട്ടുണ്ട്. ഇറാൻ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളിൽ ഇറാൻ പറഞ്ഞിരുന്നത് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കെതിരെയുള്ള ആക്രമണം നിർത്തണം, അവർ തിരിച്ചുള്ള ആക്രമണം നിർത്തും, ആ ആക്രമണം നിർത്തി അവരെ ഫ്രീ ആക്കി വിടണം എന്നുള്ള രീതിയിലുള്ളൊരു ഇതാണ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ഇസ്രായേൽ ഹിസ്ബുള്ളേനുള്ള ആക്രമണം ഒരിക്കലും നിർത്തില്ല എന്നും പറഞ്ഞിട്ട് ലെബനനിലെ സാധാരണ ആളുകൾ ജീവിക്കുന്ന സാധാരണ സ്ഥലങ്ങളിലോട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇന്ന് ആക്രമണം നടത്തിയിട്ടുള്ളത്. അതായത് കരാർ പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഇസ്രായേൽ ലെബനിലെ ബെയ്റൂട്ടിലേക്ക് വൻ വ്യോമാക്രമണം നടത്തില്ല. ബെയ്റൂട്ടിൽ നിന്ന് നടന്നിട്ടുള്ള വ്യോമാക്രമണത്തിൽ 10 മിനിറ്റിൽ ഏകദേശം 100-ലധികം ലക്ഷ്യസ്ഥാന കേന്ദ്രങ്ങളിലോട്ടാണ് ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ആക്രമണത്തിൽ 100 പേരെങ്കിലും മിനിമം സിവിലിയൻസ് കൊല്ലപ്പെട്ടു, 500-ലേറെ പേർക്ക് പരിക്കേറ്റതായിട്ടും ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ലെബനോനിലെ എന്നാണ് പറയുന്നത്. അതിൻ്റെ വീഡിയോസും ക്ലിപ്പോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലിയ ആക്രമണമാണ് സീസ് ഫയർ പറഞ്ഞതിന് ശേഷം ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇസ്രായേൽ ഈ ഒരു കരാർ ലംഘിച്ച സമയത്ത് തന്നെ വെടിനിർത്തൽ കരാർ ലെബനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഹിസ്ബുള്ള ഞങ്ങൾ ഇല്ലാണ്ടാക്കും എന്നും പറഞ്ഞിട്ടാണ് ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് തിരിച്ച് ഇറാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലോട്ടൊക്കെ ആക്രമിച്ചുകൊണ്ടിരുന്നതും. ഇറാൻ ഒരു കാര്യം കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്, ലെബനോൻ, അതായത് ഞങ്ങൾ പറഞ്ഞത് ലെബനോൻ അല്ലെങ്കിൽ ഹൂത്തികൾ അല്ലെങ്കിൽ ഗസയിലെ പാവപ്പെട്ട ഈ ആളുകളൊക്കെ യുദ്ധത്തിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതിലിപ്പം ഇത് ഒഴിവാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും നിങ്ങൾ ഏത് രീതിയിലാണ് നമ്മൾ യുദ്ധം നിർത്തുന്ന സമയത്തുണ്ടെങ്കിൽ അതുപോലെ ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് ഇറാൻ തിരിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഇറാൻ്റെ IRGC സംസാരങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ കരാറിന് എത്രത്തോളം ആയുസ്സുണ്ട് എന്ന് നിങ്ങൾക്കിപ്പം ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ കരാറിന് ഒട്ടും ആയുസില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. 24 മണിക്കൂർ പോലും ആയുസിലെത്താത്ത കരാറാണ്. കാരണം കരാറിൻ്റെ 2 പാർട്ടികൾ വന്നൊരു കരാർ നടത്തുമ്പോൾ 2 പേരും തമ്മിലുള്ള വിശ്വാസ്യത അത് വേണം. അതില്ലാത്ത 2 ആളുകളാണ് ട്രംപും അതുപോലെ തന്നെ നെതന്യാഹു. ലോകത്ത് വിശ്വസിക്കാൻ പറ്റാത്ത 2 ജീവികൾ, ജന്തുക്കൾ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ നെതന്യാഹുവാണ് ആദ്യം, സെക്കൻഡ് നമുക്ക് ട്രംപിനെയും പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള കൊലച്ചതിയന്മാരുമായിട്ടുള്ള ഇത്തരത്തിലുള്ള എന്താ പറയുക കരാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പേരിന് മാത്രമുള്ള ഒരു കരാറ് മാത്രമായിട്ട് മാറുകയാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ സൗദിയിലോട്ടുള്ള ആക്രമണത്തിൽ സൗദിയിലെ ചെങ്കടലിലോട്ട് എണ്ണ എത്തിക്കുന്ന സൗദി അറേബ്യയുടെ നിർണായകമായിട്ടുള്ള ഈസ്റ്റ് വെസ്റ്റ് ഓയിൽ പൈപ്പ് ലൈൻ വരെ ഇറാൻ ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കുവൈറ്റിലും ഒരുപാട് പവർ സ്റ്റേഷനുകൾ, 3 പവർ സ്റ്റേഷനുകളിലും ചുരുക്കിയത് ഒരു വാട്ടർ ഡിസാലിനേഷൻ പ്ലാന്റും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ജലവിതരണ ശൃംഖലകളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പം ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള കാരണം ലെബനോനിലും അതുപോലെ തന്നെ ഇറാനിലോട്ടും ഇറാൻ്റെ ദ്വീപിലോട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൻ്റെ തിരിച്ചടിയാണ് എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് രാത്രി ഇനി ഏത് രീതിയിലാണ് ഈ സീസ് ഫയറിൻ്റെ ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആക്രമണങ്ങൾ വരിക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു അപ്ഡേറ്റഡ് വീഡിയോയിൽ കാണാം. ശരി.